റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഗ്രീസിലെ ഏഥൻസ്, വിശുദ്ധ ബൈബിളിൽ അഥേന എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ആ പ്രത്യേക സ്ഥലം പൗരാണിക കാലത്തെ ഏറ്റവും വലിയ സാംസ്കാരിക, വിദ്യ, കല, തത്വശാസ്ത്ര കേന്ദ്രമായിരുന്നു. സോക്രട്ടീസിൻ്റെയും പ്ലേറ്റോയുടെയും ജന്മനാടായിരുന്നു. അങ്ങനെയുള്ള ഏഥൻസിൽ പൗലോസ് എത്തിയപ്പോൾ an altar unto an unknown God, അജ്ഞാത ദേവന് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വലിയ ബലിപീഠം കണ്ടു. ആ പൗരാണിക, വിദ്യാ, സാംസ്കാരിക സ്ഥലത്ത് പോലും ആളുകൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം വളരെ അവ്യക്തമായിരുന്നു. ഗോഡ് വാസ് ഇംപേഴ്സണൽ, നോട്ട് പേഴ്സണൽ. ദൈവം വ്യക്തിപരമായൊരു ദൈവമായിരുന്നില്ല. ഒരാശയം, ഒരു സങ്കല്പം, ഒരു വിശാല ശക്തി. അതന്ന് മാത്രമല്ല, എക്കാലത്തും ഹീതൻ റിലിജൻ, ജാതീയ ചിന്താഗതിയിൽ ദൈവം വ്യക്തിപരമായ ഒരു ദൈവമായിരുന്നില്ല. ഗോഡ് വാസ് ഇംപേഴ്സണൽ. പിടികിട്ടാത്ത, എലൂസീവായിരിക്കുന്ന, പിടികിട്ടാത്ത മായാസങ്കല്പങ്ങൾക്ക് ഇടം നൽകുന്ന ഒരു പരാശക്തി, ഒരു വലിയ ശക്തി. അതിനപ്പുറത്ത് ദൈവത്തെ വ്യക്തിപരമായി ബന്ധപ്പെടുന്ന ഒരാളായിട്ട് അവർക്കൊരിക്കലും അവരുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏക ദൈവവിശ്വാസികളായിരിക്കുന്ന ഇസ്രായേൽ ആദ്യകാലം തുടങ്ങി, അവരുടെ ചരിത്രം തുടങ്ങി തന്നെ ദൈവത്തെ വ്യക്തിപരമായിട്ട് ആണ് അവർ അറിഞ്ഞിരുന്നത്. ഗോഡ് വാസ് പേഴ്സണൽ ടു ദം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ഉത്ഭവത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് ഇറക്കുമ്പോൾ അബ്രഹാമിന് പ്രത്യക്ഷനായി നാം കാണുന്നു. എ ഗോഡ് ഹു കംസ് ആൻഡ് വിസിറ്റ്സ്. വന്ന് സന്ദർശിക്കുന്ന ദൈവം, വിളിച്ചിറക്കി, വാഗ്ദത്തങ്ങളെ നൽകി, അത്ഭുതമായിട്ട് അവനെ നടത്തി. ഹി വാസ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹിതനെന്നാണ് അബ്രഹാമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവൻ്റെ സന്തതികളായിരിക്കുന്ന ഇസഹാക്കും യാക്കോബും, അവർക്കും ദൈവം പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമിനുള്ള വാഗ്ദത്തം പുതുക്കി എന്ന് നാം കാണും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പോട്ട് നാം കാണുമ്പോൾ ഗോഡ് വാസ് സോ പേഴ്സണലി അസോസിയേറ്റഡ് വിത്ത് ഹിസ് നേഷൻ. ഈ ജാതിയോട് എത്രയും വ്യക്തിപരമായിട്ട് അടുത്തുപോയ ഒരു ദൈവമായിട്ട് കാണുവാനായിട്ട് കഴിയും. മോശ ഈ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ദൈവം അവർക്ക് വാഗ്ദത്തം നൽകി. ദൈവം അവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് നൽകി. മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായി ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് നൽകി. അവരുടെ നടുവിൽ, അവരുടെ സമാഗമന കൂടാരത്തിൽ ദൈവം അധിവസിച്ചു. ദൈവം അവർക്ക് വേണ്ടി പ്രത്യേകം കരുതി. അവരുടെ നടുവിൽ നടന്നുകൊണ്ട് പറഞ്ഞു, യു ഷാൽ ബി മൈ പീപ്പിൾ ആൻഡ് ഐ വിൽ ബി എ ഗോഡ്. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. ഗോഡ് വാസ് എ പേഴ്സണൽ ടു ദം. ദൈവം അവർക്ക് വളരെ വ്യക്തിപരമായി, വൈയക്തികമായി അറിഞ്ഞ ഒരുവനായിരുന്നു. ഈ ദൈവം വ്യക്തിപരമായിട്ട് അവരോടൊപ്പം സംസർഗിച്ച് ദൈവം അവരെ അറിഞ്ഞുവെങ്കിൽ തന്നെയും ദൈവമായിട്ട് വലിയൊരു അകൽച്ച, ഡിസ്റ്റൻസ് അവർക്കുണ്ടായിരുന്നു. തിരശ്ശീലയ്ക്കപ്പുറത്തുള്ള ദൈവം എന്നാണ് നമുക്ക് അവനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നത്. അതിന് കാരണമായി തീർന്നത് ദൈവം അവർക്ക് നിയമങ്ങളെ നൽകി. ദൈവം അവർക്ക് വേണ്ടി കരുതുകയും അവരുടെ സൃഷ്ടാവായിരിക്കുകയും എല്ലാ രീതിയിലും അവർക്ക് പരിപാലിക്കുകയും ചെയ്തൊരു പേഴ്സണൽ ഗോഡ് ആയിരിക്കെ ദൈവം അവർക്ക് ന്യായപ്രമാണം നൽകി, നിയമം നൽകി. അവരുടെ ജീവിതത്തെ മുഴുവൻ ആ നിയമത്തിന് വിധേയമാക്കി. അങ്ങനെ ദൈവത്തോട് അവരെല്ലാ കാര്യത്തിലും ദൈവത്തോട് വിധേയരാകണം, ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയരാകണം എന്നത് മുഖാന്തരം അവർക്ക് ദൈവത്തോടുള്ള ബന്ധം ലീഗലായിരുന്നു, നിയമബന്ധമായിരുന്നു അവർക്കുണ്ടായിരുന്നു. ആ നിയമബന്ധമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളെ എല്ലാറ്റിലും അവർ അനുവർത്തിക്കണമായിരുന്നു. അവരുടെ ലംഘനങ്ങളെ ദൈവം ശിക്ഷിക്കുമായിരുന്നു. അവരുടെ പാപത്തെയും അഭക്തിയെയും ദൈവം ന്യായം വിധിക്കുമായിരുന്നു. അവരുടെ നീതിക്കും വിശ്വസ്തതയ്ക്കും ദൈവം പ്രതിഫലം നൽകുമായിരുന്നു. ദെയർ റിലേഷൻ വാസ് ലീഗൽ. ദൈവത്തോടുള്ള അവരുടെ കടപ്പാട് നിയമപരമായിരുന്നു. അങ്ങനെ നിയമപരമായിരിക്കുന്നൊരു ബന്ധമായിരിക്കുന്നതുകൊണ്ടും നിയമലംഘനത്തെ ശിക്ഷിക്കുന്ന നിമിത്തം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള ബന്ധം ഓപ്ഷണലായിരുന്നില്ല. ദേ കുഡിൻ ടേൺ ബാക്ക് ഫ്രം ഗോഡ്. ദൈവത്തെ പുറംതിരിഞ്ഞ് നടക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തോടുള്ള അവരുടെ കടപ്പാട് നിയമപരമായിരുന്നു. അതിന് ഒഴിവുകഴിവില്ലായിരുന്നു, കമ്പൽസറി ആയിരുന്നു, നിർബന്ധപൂർവ്വം അത് ചെയ്തേ മതിയാകി വരുന്നു. അതുകൊണ്ട് തന്നെ ദൈവമുമ്പാകെയുള്ള അവരുടെ ജീവിതം, ദൈവസേവ അവർക്ക് ഭാരിച്ചതായി തീർന്നു.
ഭാരിച്ചതായി തീർന്നു. ദൈവത്തിൻ്റെ ശിക്ഷ അവർക്ക് ഭയം നൽകുന്നതായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭയവും പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ദൈവത്തോട് ബന്ധപ്പെട്ടിരുന്നത്. വ്യക്തിപരമായിട്ട് ദൈവത്തെ അറിഞ്ഞെങ്കിലും അവരുടെ ബന്ധം വ്യക്തിപരമായിരുന്നില്ല, നിയമപരമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് റോമയിലെ ദൈവജനത്തോട് പറയുന്നത്, റിമെമ്പർ, നിങ്ങൾ ഓർക്കണം, അവർ റിലേഷൻ വിത്ത് ഗാഡ് ഈസ് നോട്ട് ലീഗൽ. നിയമപരമല്ല നമുക്ക് ദൈവത്തോടുള്ള ബന്ധം. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല നമുക്ക് നൽകിയിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ ഒരു ദാസനായിട്ട് അടിമത്തത്തിൻ്റെ മനോഭാവത്തിൽ ദൈവത്തെ സേവിച്ചേ തീരൂ, അതിന് വിധേയപ്പെട്ട് അവർക്കതിന് മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും കഠിനമായിട്ട് അതവർ ചെയ്തു. പൗലോസ് പറയുകയാണ്, നോട്ട് ലൈക്ക് എ സെർവൻറ്റ്. ഇന്ന് ദാസനെ പോലെയാണ് നിങ്ങൾ സേവിക്കുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്ര നിങ്ങൾ പ്രാപിച്ചത്. യു ഹാവ് റിസീവ്ഡ് ദ വെരി സ്പിരിറ്റ് ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിങ്ങൾ ലഭിച്ചിരിക്കുന്ന ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ അകന്നിരിക്കുന്ന ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. സെർവൻറ്റ് ആൻഡ് ഫിയർ. അതെ, അടിമത്വവും ഭയവും, മറുഭാഗത്ത് പുത്രത്വവും, അപ്പ എന്ന് വിളിക്കുന്ന ബന്ധവും. ഈ ബന്ധം, ഇതാണ് പുതിയ നിയമത്തിൽ വിശ്വാസികൾ ലഭിച്ചിരിക്കുന്ന മഹനീയമായിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹം, എ റിലേഷൻഷിപ്പ്. അതെ, നാം പിതാവായ ദൈവത്തോട് നമുക്ക് ലഭിച്ചിരിക്കുന്ന, വീണ്ടും ജനനത്തിൽ കൂടി ലഭിച്ചിരിക്കുന്ന ഈ ബന്ധം എത്ര യഥാർത്ഥമാണ്. എത്ര ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവനും തെറ്റ് ചെയ്തവനും പാപം ചെയ്ത് ജീവിതം നഷ്ടപ്പെടുത്തിയവനും എത്ര ദുഷ്ടകരമായിരിക്കുന്ന ജീവിതം ചെയ്തും ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിച്ച് ദൈവത്തിൽ വിഭിന്നമായിട്ട് ജീവിച്ചിരിക്കുന്നവനെ സംബന്ധിച്ചോളം യേശുക്രിസ്തുവിലെ പാപമോചന മുഖാന്തരം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ദൈവത്തോട് അടുത്ത് വന്ന ശേഷം ഹൃദയത്തിൽ നിന്ന് അവനക്ക് വിളിക്കുവാൻ പറ്റുകയാണ്, സാധിക്കുകയാണ്. മൈ ഫാദർ, എൻ്റെ പിതാവ് എന്ന് വിളിക്കുവാനുള്ളൊരു ബന്ധം ആരും പഠിപ്പിച്ചിട്ടല്ല, അകത്തുനിന്ന് ലഭിക്കുകയാണ്. മക്കളെന്ന ആത്മാവദാനം നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വസ്തുത വേദപുസ്തകത്തിലെ ഒരു ആത്മീയ സത്യം മാത്രമല്ല, സ്വർഗത്തിൽ ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങളിലും ഇത് അനുഭവ യാഥാർത്ഥ്യമായിരിക്കുന്നു. ചൈൽഡ്ഹുഡ് ആൻഡ് ഫാദർഹുഡ്, പിതൃത്വവും മകൻ മകളായിരിക്കുന്ന ബന്ധവും, ഇറ്റ്സ് എ റിയാലിറ്റി. ദൈവത്തെ സന്തോഷത്തോടെ സേവിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം, സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനം, കിൻഷിപ്പ്. പരിചയബന്ധമല്ല. പലരും ടൈറ്റിൽ കൊണ്ട് പിതാവ് എന്ന് വിളിക്കുന്നതല്ല, മതഗുരുക്കന്മാരെ പിതാവ് എന്ന് വിളിക്കുന്നതല്ല. ഇറ്റ്സ് റിയൽ. അപ്പ പിതാവ് എന്ന് പറഞ്ഞാൽ, പിതാവ് എന്ന് പറയുന്നൊരു സ്ഥാനപ്പേരിലല്ല നാം ദൈവത്തെ വിളിക്കേണ്ട. അപ്പച്ച, പപ്പ, ഡാഡി എന്ന് വിളിക്കുന്നൊരു ബന്ധമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഒരു ദൈവദാസ്യത്തിൻ്റെ അനുഭവം പറഞ്ഞിരിക്കുമ്പോൾ പറയുന്ന പോലെ, ഐ ഡെയർ ടു കോൾ ഹിം ഫാദർ. അവനെ പിതാവ് എന്ന് വിളിക്കുവാൻ ഞാൻ ധൈര്യപ്പെട്ടു. ആ ധൈര്യമാണ് ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ധൈര്യം നമ്മുടെ ആത്മാവിൽ, നമ്മുടെ അകത്ത്, നമ്മുടെ അനുഭവത്തിൽ നിലനിൽക്കെ തന്നെ നമ്മുടെ ബൗദ്ധിക തലത്തിൽ, നമ്മുടെ പരിചയത്തിൽ, നമ്മുടെ മത പശ്ചാത്തലത്തിൽ, നാം അറിഞ്ഞു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിലെല്ലാം ദൈവത്തെ പിന്നെയും അകന്ന്, നമ്മുടെ അറിവിൽ ദൈവത്തെ ഒരു ഡിസ്റ്റൻറ്റ് ഗാഡിനെയാണെന്ന് പിന്നെയും നമ്മുടെ ബൗദ്ധിക തലത്തിലിരിക്കുന്ന ദൈവം. അതുമാത്രമല്ല, ഗാഡ് ഹു ഈസ് എ ലോ ഗിവർ, നിയമം നൽകുന്നവനും നിയമകർത്താവും നിയമത്തെ പരിപാലിക്കുന്നതിനുമായിരിക്കുന്ന ഒരു ദൈവത്തെയാണെന്ന് പറയും. പാപത്തിന് ശിക്ഷിക്കുന്ന ദൈവം, അഭക്തിയെ ശാസിക്കുന്ന ദൈവം, തെറ്റ് ചെയ്താൽ നരകത്തിൽ അയക്കുന്ന ദൈവം. ഈ നിലയിൽ ദൈവത്തെക്കുറിച്ചൊരു നിയമദാതാവെന്നുള്ള നിലയിലും ആ നിയമത്തിന് വിധേയപ്പെട്ടിരിക്കണമെന്നുള്ള പശ്ചാത്തലത്തിൽ നിന്നും എപ്പോഴും നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഒരു ന്യായാധിപൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ, കാരണം പാപം മുഖാന്തരം, പാപപ്രകൃതം മുഖാന്തരം, അറിഞ്ഞോ അറിയാതെയുള്ള നിയമത്തിന് ലംഘന നിമിത്തം വി ഓൾവേസ് സ്റ്റാൻഡ് ഗിൽറ്റി. എപ്പോഴും കുറ്റവാളികൾ, തെറ്റ് ചെയ്തവരെ പോലെയാണ് നാം ദൈവസന്നിധിയിലേക്ക് വരുന്നത്. ആകയാൽ തന്നെ നമ്മുടെ അകത്ത് അനേക സംഘർഷങ്ങളുമായിട്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ ഓൾവേസ് വി സ്റ്റാൻഡ് ട്രാൻസ്ഗ്രസേഴ്സ്. നിയമം ലംഘിച്ചവരായിട്ടാണ് നാം ദൈവസന്നിധിയിലേക്ക് വരുന്നത്. അതെ, അവിടെ പൗലോസ് പറയുന്ന കാര്യം ഓർക്കണം. ഒരു മാസ്റ്റർ സർവൻ്റ്, ഒരു യജമാൻ്റെ മുമ്പിൽ, അധികാരിയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെയും, ഒരു നിയമദാതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെയും നിങ്ങളുടെ മനോബോധത്തിൽ വരുന്ന കാര്യത്തെ ത്യജിക്കുക, റെഫ്യൂസ് ഇറ്റ്, അതിനെ തള്ളിക്കളയുക. റിമെമ്പർ യു ആർ എ ചൈൽഡ്, നീ ഒരു കുഞ്ഞാണ്, മകനാണെന്ന് നീ ഓർക്കുക. നിനക്ക് ലഭിച്ചിരിക്കുന്നത്
ആ ദിവ്യ ആത്മാവിനെ, അബ്ബ എന്ന് വിളിക്കുന്ന ആത്മാവിനെയാണ്, പപ്പ എന്ന് വിളിക്കുന്ന ആത്മാവിനെയാണ് ലഭിച്ചിരിക്കുന്ന ഓർക്ക് ആൻഡ് സ്റ്റാൻഡ് ഓൺ ദറ്റ് റിലേഷൻ. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ അവിടെ നിൽക്കണം. സ്റ്റാൻഡ് യുവർ റിലേഷൻ. നിങ്ങളുടെ ബന്ധത്തെ, നിൻ്റെ ബന്ധത്തെ അരക്കിട്ട് ഉറപ്പിക്കുക. ഇതാണ് ആ പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അങ്ങനെ ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഇഫ് യു ഡോണ്ട് ഡു ദാറ്റ്, അവർ ക്രിസ്ത്യൻ ലൈഫ് ഫെയിൽ. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയതയുടെ യാഥാർത്ഥ്യം നഷ്ടപ്പെടുന്നു. അതെ, ക്രിസ്തീയതയുടെ ഹൃദയത്തിൽ ഈ ബന്ധമാണ് ഇരിക്കുന്നത്. ബന്ധത്തിൻ്റെ പുറത്തു പോയാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അന്തസ്സത്തിൽ നിന്ന് തന്നെയും നാം പുറത്തു പോകുന്നു. ക്രിസ്തീയ ജീവിതം ദൈവമായിട്ടൊരു ബന്ധത്തിൽ ആരംഭിച്ച് ദൈവത്തിൽ, ആ ബന്ധത്തിൽ വളർന്ന് ബന്ധത്തിൽ അവസാനിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. ആ ബന്ധത്തിൽ നാം നമ്മുടെ ദൈവത്തെ നാം അറിയുക. അങ്ങനെയെങ്കിൽ നാം ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ടത്? ആ ബന്ധത്തിന് തടസ്സമായി ഒരു കാര്യം വരുവാൻ അനുവദിച്ചു വിടുക, അകലിച്ചുണ്ടാക്കും. ആ ബന്ധത്തിൽ ബ്രീച്ച് ഉണ്ടാകുമ്പോൾ, അവിശ്വസ്യം ഉണ്ടാകുമ്പോൾ നാം ക്രിസ്തീയതയിൽ നിന്ന് തന്നെ അകന്നു പോകുന്നു. ഏതൊരു ബന്ധത്തെയും ഊട്ടി ഉറപ്പിക്കുന്ന പോലെ സംസാരം, സംസർഗം, സാന്നിധ്യം, പ്രസൻസ്, കമ്മ്യൂണിയൻ, കമ്മ്യൂണിക്കേഷൻ, ദൈവമായിട്ട് അത് അത്രയും വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ്. നാം സാധാരണ എപ്പോഴും ചിന്തിക്കും, ഈസ് ഇറ്റ് റൈറ്റ്, ഈസ് ഇറ്റ് റോങ്, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വെളിച്ചത്തിലാണ് നാം കാര്യങ്ങളെ വിലയിരുത്തുന്നത്. നോ 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 നാം എപ്പോഴും ചിന്തിക്കേണ്ടത്, ഈ കാര്യം മുഖാന്തരം എൻ്റെ ബന്ധം ദൈവത്തോട് അടുത്ത് വരുമോ, എനിക്ക് ദൈവത്തോടുള്ള ഭക്തി ഏകാഗ്രതയും വർദ്ധിക്കുമോ, എങ്കിൽ ഞാനതിന് ചെയ്യും. അല്ല, ഈ കാര്യം മുഖാന്തരം എൻ്റെ ഉള്ളിൽ അകലിച്ചയാണോ ഉണ്ടാകുന്നത്, ദൈവത്തോടുള്ള ബന്ധത്തിന് കുറവാണോ വരുന്നത്, അങ്ങനെയെങ്കിൽ ഞാനത് ചെയ്യാതിരിക്കും. വി ലീവ് ഇൻ ദ ലൈറ്റ് ഓഫ് എ റിലേഷൻഷിപ്പ്. ഒരു ബന്ധത്തിൻ്റെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യ ജീവിതത്തെ നാം ജീവിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാ സാക്രിഫൈസ്, നാം ചെയ്യുന്ന ത്യാഗങ്ങൾ, നാം കൊടുക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ, നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്നാണ് വരേണ്ടത്, ശരി തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ നിന്നല്ല വരേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ബലം, അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ തോതെന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രെങ്ത് ഓഫ് യുവർ ഇൻറ്റിമസി വിത്ത് ഗാഡ്. ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ വെളിച്ചത്തിലാണ് അതിനെ വിലയിരുത്തേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്പോഴും ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ, പഴയ നിയമ ജീവിതത്തിൽ ഒരു പുതിയ നിയമവിശ്വാസിയായിട്ടാണ് അധിക പങ്കാളികളും ജീവിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകൽച്ച, ഒരു ന്യായാധിപനുമേൽ കുറ്റവാളിയെ പോലെ നിൽക്കുന്ന അനുഭവം. പ്രാർത്ഥനയിൽ തന്നെ തിരുമേനി, യജമാനനെ, അനേക വിശ്വാസികളും ദൈവത്തെ സംബോധിക്കുന്ന മാസ്റ്റർ, തിരുമേനി, യജമാനെ, രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുന്ന പോലെയാണ്. നോ കോൾ ഹിം ഫാദർ. നിങ്ങളുടെ പേഴ്സണൽ നെയിമിൽ വിളിക്കണം. നിങ്ങളെങ്ങനെ നിങ്ങളുടെ പിതാവിനെ വിളിച്ച് പരിചയിച്ചോ അങ്ങനെ തന്നെ പിതാവിനെ വിളിക്കുന്നൊരു പരിചയം ഉണ്ടാകണം. മാത്രമല്ല, ബന്ധമാണ് ഇതിൻ്റെ കേന്ദ്രം എന്ന് മനസ്സിലാക്കിയ ശേഷം ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ ശരി തെറ്റുകളെ നിങ്ങൾ അറിയുക. ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന, അടുപ്പിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അകറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ അകന്നു പോവുക. അങ്ങനെയെങ്കിൽ മനോഹരമായിരിക്കുന്നൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യ ജീവിതം ഊഷ്മളമായി തീരുകയും യേശു ക്രിസ്തു തന്നെയും ലോകത്തിൽ വന്ന് താൻ വെളിപ്പെടുത്തി എന്താണ്? ഫാദർ, ഐ ഹാവ് മാനിഫെസ്റ്റ് യുവർ നെയിം ടു ദം. പിതാവെ, അവിടുത്തെ നാമത്തെ ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതേ നമ്മുടെ ജീവിതത്തിലും പിതാവുമായിട്ടൊരു ബന്ധത്തെ വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം. വാട്ട് എ വണ്ടർഫുൾ ലൈഫ്. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ളൊരു ജീവിതം. ഈ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. അനേകരുടെ ജീവിതം കണ്ടവരുടെ ഭാരിച്ച അനുഭവങ്ങളെ കണ്ട ശേഷം ആ ക്രിസ്തീയ ജീവിതത്തെ അനുഗമിക്കാൻ അനേർക്കും താല്പര്യമില്ലാതിരിക്കുമ്പോൾ യോഹന്നാൻ പറയുന്ന പോലെ അവൻ്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളതല്ല. ബിക്കോസ് വെൻ ഇറ്റ് കംസ് ഔട്ട് ഓഫ് റിലേഷൻഷിപ്പ്, ബന്ധത്തിൽ നിന്ന് വരുമ്പോൾ ക്രിസ്ത്യ ജീവിതം മനോഹരമായി തീരും, അനായാസകരമായിരിക്കും, സന്തോഷപ്രദമായിരിക്കും. ദ ജോയ് ഓഫ് റിലേഷൻഷിപ്പ്, ബന്ധത്തിൻ്റെ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. എന്നോട് ചേർന്ന് ഈ ഒരു ലക്ഷ്യത്തിൽ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ഈ ബന്ധത്തിൽ വളർന്ന് നമുക്ക് കർത്താവിനെ സേവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹീതമായിരിക്കുന്ന ബന്ധത്തിന് യേശുക്രിസ്തുവിനോട് ചേർന്ന് ഞങ്ങളെ മക്കളാക്കി തീർത്തുകൊണ്ട് പിതാവിനോടുള്ള സംസർഗത്തിനും സാന്നിധ്യത്തിനും ബന്ധത്തിനും ഞങ്ങളെ വിളിച്ചിരിക്കുന്നുകൊണ്ടും ഈ മഹനീയ ബന്ധത്തിൽ അങ്ങേ അറിഞ്ഞും അങ്ങേ സ്നേഹിച്ചും അങ്ങേ സേവിച്ചും ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് മുമ്പോട്ട് ഇടയാക്കി തീർക്കും. യേശുക്രിസ്തുവിൻ്റെ മഹനീയ നാമത്തിൽ തന്നെ.